സർ, അങ്ങയുടെ ചിത്രാ പൗർണമിയും ചിത്രഗുപ്ത ചരിതവും ഈ കഴിഞ്ഞ മെയ് 12-ന് പ്രകാശനം ചെയ്യുകയുണ്ടായല്ലോ. ഈ പുസ്തകത്തിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? ചിത്രാ പൗർണമിയും ചിത്രഗുപ്ത ചരിതവും എന്ന പുസ്തകം എഴുതാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എൻ്റെ തന്നെ കുടുംബത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവം, അതായത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് വെളിയന്നൂർ അക്കരവിളാകത്ത് തിരുനാഗ ശിവശക്തി ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാ വർഷവും മേടമാസത്തിലെ ചിത്രാ പൗർണമിക്കാണ്. ഈ ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി ഉത്സവം ഞങ്ങൾക്ക് ലഭ്യമായ അറിവനുസരിച്ച് ഞങ്ങളുടെ പൂർവികർ 10-20 തലമുറയായി ഇതേ സന്നിധിയിൽ ഈ ചിത്രാ പൗർണമി ആചരിച്ചു വരുന്നതെന്നാണ് തലമുറയായി പകർന്ന അറിവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ധാരണ. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഞങ്ങളുടെ പഴയ 16 കെട്ട് 8 കെട്ട് 4 കെട്ടിൽ പെട്ട നിരയും പുരയും എന്ന വീട് ഇപ്പോഴും നിലനിൽക്കുന്ന ആ വീട്ടിൽ മേടമാസത്തിലെ ചിത്രാ പൗർണമി ദിവസം നിറച്ചലങ്കരിച്ച് കശുമാവിൻ്റെ പഴം, മാങ്ങാപ്പഴം, കുരുത്തോല, തേങ്ങാപ്പൂള്, അടയ്ക്ക, വാഴപ്പഴം, കമുകൻ പൂക്കുല, ഭംഗിയായി പഴുത്ത കുലവാഴകൾ, ഇവ കൊണ്ട് ഞങ്ങളുടെ ആ പരമ്പരാഗതമായ തെക്കതെന്നു പറയുന്ന നിരയും പുരയും അലങ്കരിച്ചിട്ട് അവിടെ ഈ ദിവസം വെളുപ്പാങ്കാലം 4 മണി മുതൽ അന്ന് രാത്രി അർദ്ധരാത്രി വരെ ചിത്തിര പുത്തിര കഥൈ എന്ന് പറയുന്ന ചിത്രഗുപ്തന്റെ കഥ കർക്കടകത്തിൽ രാമായണം പോലെ അഹോരാത്രം വായിക്കുമായിരുന്നു. എന്തായാലും പൂർവികർ എത്രയോ തലമുറ തുടർന്നു പോന്ന ഈ ചിത്തിരപുത്തിര കഥയുടെ പാരായണം ഈ ദേവസന്നിധിയിൽ ഇത്രയും കാലം മുടങ്ങാതെ മുന്നോട്ടു പോയി. അപ്പം ഞാൻ എൻ്റെ പ്രായത്തോളം തന്നെ ഈ ചിത്തിരപുത്തിരി കേട്ട് വളർന്നവരാ. പക്ഷെ ഇത് വായിച്ചു കേൾക്കുമെങ്കിലും കേൾക്കുന്ന ആർക്കും ഇതിൻ്റെ കഥയെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. കാരണം ഈ പുസ്തകം തമിഴാണെങ്കിലും തമിഴിനെ മലയാള ലിപിയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. വിദഗ്ധരായ പാരായണക്കാർ ഇത് വായിക്കുമ്പോൾ എല്ലാവരും ഭക്തിയോടുകൂടി കുളിച്ച് തൊടുകുറിയും ഇട്ട് അവിടെ വന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കും. ആ പൂജകളിലുമൊക്കെ പങ്കെടുക്കും. പക്ഷെ ഇതിൻ്റെ ശരിയായ കഥ ആർക്കും അറിഞ്ഞുകൂടാ. കേൾക്കും. പണ്ടാരോ പറഞ്ഞതുപോലെ കുടിച്ചിട്ടിങ്ങിട്ടതാ, ബാക്കി ഞാൻ കഴിച്ചോളാമെന്ന് പണ്ട് ശംഖ് വിളിച്ചപ്പോ ഒരു ആള് പറഞ്ഞതുപോലെ അയാൾ വിചാരിച്ചു ഈ ശംഖിന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട്
ഇത് കരിക്കാണ് എങ്കിൽ വെള്ളം നീ കുടിച്ചിട്ട് ഇങ്ങിട്ട് എന്നാ ബാക്കി ഞാൻ കഴിച്ചോളാമെന്ന മട്ടിൽ ഇവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് പിടിയില്ല. അതെന്റെ മനസ്സിൽ കിടന്നു. അങ്ങനെയാണ് ഈ ചിത്തിരപുത്തിര കഥയുടെ ഒരു സംഗ്രഹം, ആ തമിഴ് പുസ്തകത്തിന്റെ ഒരു സംഗ്രഹം അത് എഴുതിയാൽ അത് മലയാളികൾക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ തറവാടിൽ മാത്രമല്ല, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനടുത്തുള്ള പുത്തൻചന്ത ഗാന്ധാരി അമ്മൻ കോവിലിൽ, വെള്ളറട കാളിമല ക്ഷേത്രത്തിൽ, ഇടുക്കിയിൽ മംഗളാദേവി ക്ഷേത്രത്തിൽ, ഒറ്റപ്പാലത്തെ ജലക്ഷേത്രങ്ങളിൽ, തമിഴ്നാട്ടിലെ വിഴുപ്പുരം തിരുവക്കര വക്രകാളി ക്ഷേത്രത്തിൽ, തമിഴ്നാട്ടിൽ തന്നെ അംബാസമുദ്രത്തിനടുത്തുള്ള പാപനാശം ശിവക്ഷേത്രത്തിൽ, തമിഴ്നാട്ടിലെ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിൽ ഒന്ന് ചിത്രാ പൗർണമി ദിവസത്തെ ഉത്സവമാണ്. അങ്ങനെ ഭാരതമാസകലം ഈ ഉത്സവത്തിന്റെ പേരിൽ ഇത്തിരി വ്യത്യാസമുണ്ടെങ്കിലും കൊണ്ടാടുന്ന ഒരു വലിയ ഉത്സവമാണ് ചിത്തിര മാസത്തിലെ, ചിത്തിര എന്ന് പറഞ്ഞാൽ മേടമാസത്തിലെ പൗർണമി ഉത്സവം. ഇത് കേരളത്തിൽ വിശേഷിച്ചും തെക്കൻ തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും കൂട്ടുകുടുംബ വ്യവസ്ഥിതി അവസാനിക്കുന്നത് വരെ, ഏകദേശം 1914 വരെ ഈ ചിത്തിരപുത്തിരി കഥ പാരായണവും ചിത്രാ പൗർണമി ഉത്സവവും എല്ലാ തറവാടുകളിലും ഉണ്ടായിരുന്നു. അതിനുശേഷം മക്കത്തായ ബില്ല് വന്നു. ആനയെ അറുത്ത് 60 പങ്കുവച്ചെന്ന് പറഞ്ഞതുപോലെ കുടുംബത്തിലെ സ്വത്തും മറ്റു കാര്യങ്ങളും എല്ലാം 60, 100, 600 കീറി കൂട്ടുകുടുംബമില്ലാതെ എല്ലാം ചെറു അണുകുടുംബങ്ങളായി മാറിയതോടുകൂടി ഈ ചിത്രാ പൗർണമി ഉത്സവത്തിന്റെ കുടുംബപരമായ ആഘോഷം ആരും അറിയാതെ അന്യം നിന്നു, കേരളീയ സംസ്കാരത്തിൽ നിന്ന് നശിച്ചുപോയി. അങ്ങനെ നമ്മുടെ ഈ ഗതകാല സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഒരു ഈശ്വരീയ കാര്യം വീണ്ടും ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഈ ചിത്രാ പൗർണമിയും ചിത്രഗുപ്ത ചരിതവും എന്ന ഈ പുസ്തകം എഴുതിയത്. എന്താണ് ഈ പുസ്തകത്തിനകത്തുള്ളത് പറയാം. നമ്മുടെ ഭാരതീയ വിശ്വാസം അനുസരിച്ച് ഒരാൾ ജനിച്ചു ജീവിച്ചു മരിക്കാറായി കഴിയുമ്പോൾ മരണമെടുക്കുന്ന സർവജീവികളുടെ അടുത്തും ധർമ്മരാജാവ് കാലൻ അദ്ദേഹത്തിന്റെ ദൂതന്മാരുമായി കയറുമായി വന്ന് മരണമെടുത്തവരെ പോത്തിന്റെ പുറത്ത് കയറി വരുന്ന കാലനും അനുചരരും കൂടി കയറുകൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോകുമെന്നാണ് വിശ്വാസം. ഈ കാലന്റെ ധർമ്മരാജാവിന്റെ മുഖ്യ കണക്കപ്പിള്ളയാണ് ചിത്രഗുപ്തൻ. ഈ ചിത്രഗുപ്തന്റെ കാലന്റെ കണക്കപ്പിള്ളയായ ചിത്രഗുപ്തന്റെ ചരിതമാണ് ചിത്തിരപുത്തിര കഥ എന്ന് പറയുന്ന
നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം വായിച്ചു പോന്നിരുന്ന ചിത്രഗുപ്ത ചരിത്രം. ഇതിന്റെ കഥ ഞാൻ വളരെ സംഗ്രഹിച്ചെഴുതിയതാണ് ചിത്രാ പൗർണമിയും ചിത്രഗുപ്ത ചരിതവും എന്ന പുസ്തകം. ആ കഥയെ വീണ്ടും ഞാൻ ഒന്ന് ചുരുക്കി ഇവിടെ പറയാം. ഒരു ദിവസം ശിവനും പാർവതിയും കൂടി കൈലാസത്ത് ഇരിക്കുമ്പോൾ കൈലാസത്തും കാലഭൈരവന്റെ സ്ഥലമായ കൈലാസത്തിലെ ദക്ഷിണ ഭാഗത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ശിവൻ ഇങ്ങനെ ചിന്തിച്ചു അത്രേ, ഈ പ്രപഞ്ചത്തിലെ സർവ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കാറില്ല. ജനനവും ജീവിതവും മരണവും ഞാൻ മനസ്സിലാക്കും. മരിക്കാറാകുമ്പോൾ ഞാൻ തന്നെ നിയോഗിച്ചിട്ടുള്ള കാലൻ ധർമ്മരാജാവ് കൃത്യമായി ജീവികളെ അവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുത്ത് അവരെ കെട്ടി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതിങ്ങനെ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും കാലം ഇതിനെ സംബന്ധിച്ച് ഒരു കണക്ക് പുസ്തകം, ഒരു റെക്കോർഡില്ല. ഇനി ഇങ്ങനെ ആൾക്കാർ ജനിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, തിരിച്ചവരെ കാലൻ ഇങ്ങ് കൊണ്ടുവരുന്നു, അങ്ങനെ അങ്ങ് വിട്ടാൽ പോരാ. പിറക്കും സർവജീവജാലങ്ങളുടെയും കാര്യങ്ങൾ കൃത്യമായി അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവരുടെ കർമ്മത്തെക്കുറിച്ച് ഒന്ന് രേഖപ്പെടുത്താൻ സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ പാർവതിയുടെ അടുത്തിരുന്ന ശിവൻ ഇങ്ങനെ ചിന്തിച്ച ഉടനെ ശിവന്റെ മനസ്സിൽ ഒരു ആശയം ഉണ്ടായി. അതിനായി ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കണം, ഒരാളിനെ സൃഷ്ടിച്ച് അയാളെ ചുമതലപ്പെടുത്തണം. അപ്പൊ ശിവൻ ചിന്തിച്ചു, എങ്കിൽ ആരെ സൃഷ്ടിക്കണം? അപ്പോ ശിവന്റെ മനസ്സിൽ ഒരു മനോഹരമായ ഒരു ഉണ്ണിയുടെ, ഒരു കുഞ്ഞിന്റെ, ഒരു സുന്ദര പൈതലിന്റെ രൂപം വെളിവായി. തന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ രൂപം തെളിഞ്ഞു വരികയാണ്. അവനെ കാലന്റെ കണക്കപ്പിള്ളയാക്കി വയ്ക്കാൻ പോവുകയാണ്, അവനെ ജനിപ്പിച്ചെടുക്കണം എന്ന് തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ശിവൻ പാർവതിയോട് പറഞ്ഞതും പാർവതി വേഗം ചെന്ന് ഒരു സ്വർണ്ണ തളികയും ഒരു എഴുത്താണിയും എടുത്തുകൊണ്ടുവന്നു. ഉടൻ തന്നെ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സുന്ദര കുഞ്ഞിന്റെ രൂപം ആ സ്വർണ്ണ തളികയിൽ ശിവൻ വരച്ചു. ആ വരച്ചതായ ചിത്രം തിരിച്ചും മറിച്ചും ശിവൻ നോക്കി. വളരെ മനോഹരമായിരിക്കുന്നു എന്ന് ശിവനും തോന്നി, പാർവതിക്കും അതേ അഭിപ്രായമുണ്ടായി. ഉടൻ തന്നെ ശിവൻ ആ ചിത്രത്തിനോട് ആജ്ഞാപിച്ചു, ഇതിലെ ചിത്രം ഈ കുഞ്ഞ് ജീവിക്കട്ടെ, ജനിക്കട്ടെ എന്ന് സങ്കല്പിച്ചു. ആ കുഞ്ഞ് ജനിക്കട്ടെ എന്ന് ശിവൻ ഇച്ഛിച്ചതും ആ ചിത്രം ഒരു കുഞ്ഞായി ജനിച്ചു. അങ്ങനെ ചിത്രത്തിൽ ഒളിഞ്ഞിരുന്ന, ഗുപ്തം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക, ചിത്രത്തിൽ ഒളിഞ്ഞിരുന്ന കുഞ്ഞ് ശിവന്റെ ഇച്ഛ അനുസരിച്ച് ജനിച്ച കുഞ്ഞായതുകൊണ്ട്
ആണ് ആ കുഞ്ഞിന് ചിത്രഗുപ്തൻ എന്ന പേര് കൊടുത്തത്. ആ ചിത്രഗുപ്തന്റെ കഥയാണ് ചിത്തിര പുത്തിര കഥയ്ക്കകത്തുള്ളത്. പുത്തിരൻ എന്ന് പറഞ്ഞ പുത്രൻ. ഈ ചിത്രഗുപ്തൻ ജനിച്ച ഉടനെ മെല്ലെ എണീറ്റ് ശിവനോട് ചോദിച്ചു, അങ്ങ് എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്? അപ്പോ ശിവൻ പറഞ്ഞു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിൽ ജനിക്കും സർവചരാചരങ്ങളുടെയും കർമ്മം നീ ശരിയായി രേഖപ്പെടുത്തണം. ധർമ്മം അധർമ്മം, ജനനം മരണം, പുണ്യം പാപം, ശരി തെറ്റ്, ഇങ്ങനെ നീ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സർവ കാര്യത്തെക്കുറിച്ചും നീ വളരെ വ്യക്തമായി പഠിക്കണം. പഠിക്കാനുള്ള എല്ലാ ഏടുകളും നിനക്ക് ഞാൻ ഇവിടുന്ന് തരും, നിന്നെ പഠിപ്പിച്ചെടുക്കും. എല്ലാം പഠിച്ചതിന് ശേഷം നീ കർമ്മത്തെ നല്ലവണ്ണം സത്യസന്ധമായി വിലയിരുത്തി ഓരോരുത്തരുടെയും കർമ്മത്തിൽ അവർക്ക് ലഭിക്കുന്നത് പുണ്യമാണോ പാപമാണോ എന്ന് നീ സത്യസന്ധമായി എഴുതി ആ പുണ്യപാപത്തിന്റെ കണക്ക് നീ സൂക്ഷിക്കുകയും അതിൻ്റെ ഒരു കോപ്പി നീ കാലന് ധർമ്മരാജാവിന് നൽകുകയും വേണം. നീ നൽകുന്ന ഈ കണക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാലൻ ഈ പ്രപഞ്ചത്തിലെ ഓരോ ചരാചരത്തെയും അവരുടെ ജീവിതം അവസാനിക്കുമ്പോൾ കയറിട്ട് പിടിച്ച് അവരെ ഭൂമിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് ഇവരെ സ്വർഗത്തിൽ വിടണമോ നരകത്തിൽ വിടണമോ എന്ന് കാലന് തീരുമാനിക്കാൻ കഴിയുന്നത് നീ കൊടുക്കുന്ന കണക്കിന്റെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് നീ അതിൽ അല്പം പോലും കൃത്യവിലോപം വരുത്തരുത്, കള്ളവും വരുത്തരുത്. സത്യമേവ ജയതേ, നീ സത്യസന്ധമായിട്ട് അത് ചെയ്യണം. ഈ ചിത്രഗുപ്തന്റെ കഥയാണ് ചിത്തിരപുത്തിര കഥയുടെ ഇതിവൃത്തം. ഈ കഥയെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്കെന്നല്ല മുൻ തലമുറയ്ക്കും വളരെയധികം പരിചയമില്ല. അപ്പോ നമ്മുടെ കടന്നുപോയ കാലഘട്ടത്തിലെ കേരളീയ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഒരു ഭാഗമായിരുന്ന ചിത്രഗുപ്തന്റെ ആഘോഷം, ആ ആഘോഷത്തെ എന്നേക്കുമായി കേരളത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ കേരളത്തിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നതായും ആ ആചാരം ഇവിടെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയും കേരളീയരെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ടാണ് ഞാൻ ഇപ്രകാരം ഒരു പുസ്തകം എഴുതിയത്. ഇനിയും ഒരു കാര്യം കൂടി പറയാം. ചിത്രഗുപ്തൻ ശിവന്റെ പുത്രനാണെന്നും ചിത്രഗുപ്തൻ ബ്രഹ്മാവിന്റെ മകനാണെന്നും ഒക്കെ ഉള്ള അനേകം വേറിട്ട കഥകളുമുണ്ട്. എന്ന് മാത്രവുമല്ല, ഇന്ദ്രൻ ഒരു അസുരനെ വധിച്ചതിൻ്റെ ആചരണമായിട്ടും കൂടി ചിത്രഗുപ്ത കഥയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 16 വയസ്സിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ മാർക്കണ്ഡേയന്റെ കഥയും ഈ ചിത്രഗുപ്ത കഥയിൽ വരുന്നുണ്ട്.
അതുപോലെ തന്നെ ധർമ്മരാജാവിന്റെ ഭാര്യയായ അമരാവതിയുടെ സ്വഭാവശുദ്ധിയെ ഈ ധർമ്മരാജാവിന്റെ കീഴുദ്യോഗസ്ഥനായ ചിത്രഗുപ്തൻ പരീക്ഷിച്ചതും ചിത്രഗുപ്തന്റെ എല്ലാ പരീക്ഷകളും പാസ്സായി അവസാന അമരാവതി ജന്മത്തിൽ നിന്നും മോചിതയായി കിഴക്കൻ ചക്രവാളത്തിൽ നിത്യ നക്ഷത്രമായി അമരാവതി നക്ഷത്രമായി മാറിയ സവിശേഷ കഥയും ഈ ചിത്രഗുപ്ത കഥയിലുണ്ട്. ഈ പുസ്തകത്തിൽ ഈ ചിത്രഗുപ്ത കഥയ്ക്കു പുറമെ ഞാൻ ഒരു ഭാഗവും കൂടി ചേർത്തിട്ടുണ്ട്. അതിപ്രാചീനമായ മലയാളത്തിലെ വേറൊരു കൃതിയാണ് ഗുണദോഷ കാവ്യം എന്ന് പറയുന്നത്. ഇത് ആരെഴുതി, എന്തിനെഴുതി എന്നിന്നും വ്യക്തമല്ല. എത്രയോ തലമുറയുടെ ആസ്തികതയെ, കേരളീയ ആസ്തികതയെ, ഈശ്വരീയ വിശ്വാസത്തെ ബലപ്പിച്ചെടുത്ത, സഹായിച്ച, മുറുകി പിടിക്കാൻ, ഈശ്വര വിശ്വാസം മുറുകി പിടിക്കാൻ സഹായിച്ച ഒരു കാവ്യമാണ് ഗുണദോഷ കാവ്യം. ഇതെഴുതിയ ആളിനെ കുറിച്ച് ഒരു സൂചനയുമില്ല. 2000 വരികളുള്ള ഈ കാവ്യത്തെക്കുറിച്ചും ഇതിന്റെ അവസാന ലേഖനത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഈ കൃതിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഇതിലെ ഓരോ വരിയും അവസാനിക്കുന്നത് രാമ എന്ന വാക്കിലാണ്. 2000 വരിയുടെ അവസാനത്തിലും വരി തീരുന്നത് രാമ എന്ന പദത്തിലാണ്. എന്തായിരിക്കും ഈ 2000 വരിയുടെ അവസാനവും ഈ രാമ എന്ന പദം കൊണ്ട് ഇങ്ങനെ ഒരു കൃതി അവസാനിപ്പിക്കാൻ കാരണം? എൻ്റെ ഒരു ആലോചനാ രീതിയിൽ എനിക്ക് തോന്നിയത്, ഒരുപക്ഷെ എഴുത്തച്ഛന്റെ രാമായണത്തിനും മുമ്പ് തന്നെ കേരളത്തിൽ രാമായണവും രാമനെന്ന മാതൃകാ പുരുഷോത്തമനും ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. അതിൽ നിന്നാണല്ലോ പണ്ട് കേരളീയ ജീവിതത്തിലെ സന്ധ്യാനാമം, രാമനാമം, സന്ധ്യയ്ക്ക് രാമനാമം ജപിക്കണം എന്ന ഒരു ആചരണം തന്നെ വന്നത്. ഈ ഗുണദോഷ കാവ്യത്തിൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യുന്നതാണ് ഗുണം, എന്തൊക്കെ ചെയ്തുകൂടാ, ദോഷം എന്താണ് എന്ന് പറഞ്ഞ് മനുഷ്യ ജീവിതത്തിലെ ധാർമ്മികത ഈശ്വരനുമായി ബന്ധിപ്പിച്ച് ശക്തിപ്പെടുത്താനും വളർത്താനും സഹായിക്കുന്ന ഏറെക്കുറെ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ഒരു വർഗം വളരെ ശ്രദ്ധിക്കാതെ പോയ ഒരു അതിപ്രാചീന കൃതിയാണ് ഗുണദോഷ കാവ്യം. ആ ഗുണദോഷ കാവ്യത്തിലും സ്വർഗ നരകങ്ങളെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ചും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചാൽ നരകത്തിലും സ്വർഗത്തിലും പോകുമെന്നും സ്വർഗത്തിൽ പോയവർ തന്നെ തിരിച്ചു വീണ്ടും നരകത്തിലെത്താമെന്നും വീണ്ടും ജനിച്ചു വരാമെന്നും ഒക്കെ വിശദമായി പറയുന്നുണ്ട്. പരസ്പര ബന്ധമുള്ള ഈ ചിത്തിരഗുപ്ത കഥയും ആ ഗുണദോഷ കാവ്യവും തമ്മിലുള്ള ഒരു സൂചനയും കൂടെ ഈ കൃതിക്കകത്ത് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇത്തരം നമ്മുടെ പഴയ കൃതികൾ കണ്ടെത്തി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. സർവകലാശാലകളും മുക്കിനു സാംസ്കാരിക കേന്ദ്രങ്ങളും പല പേരിലും പറഞ്ഞ ആളുകളെ നന്നാക്കി കളയും
എന്ന് വ്രതമെടുത്ത് ഇറങ്ങിത്തിരിച്ച വ്യാപകമായ സാമൂഹിക പ്രതിബദ്ധതയൊന്നും ചട്ടപ്രകാരം ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്തു പോലും നമ്മുടെ കേരളീയ സമൂഹം സുഭദ്രമായി ധർമ്മത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നതിന് ഈശ്വരീയ വാഹിനികളായ അനേകം മഹാത്മാക്കൾ നല്ല ജീവിതത്തെക്കുറിച്ചു, നല്ല കർമ്മത്തെക്കുറിച്ചു, നല്ല ഈശ്വര വിശ്വാസത്തെക്കുറിച്ച്, നല്ല മനുഷ്യനായി ജീവിക്കുന്നതിനെ കുറിച്ച്, നല്ല മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഈശ്വര വിശ്വാസിയായി ജീവിക്കുന്നു എന്നാണ് അർത്ഥം എന്നതിനെ കുറിച്ച് മനുഷ്യനെ ബോധവാന്മാരാക്കുന്ന അനേകം കൃതികൾ നമ്മുടെ മലയാള ഭാഷയുടെ പ്രാചീന കാലത്തുണ്ടായിരുന്നുവെന്നും അതിൽ ഭൂരിപക്ഷവും നഷ്ടപ്രായമായി ഇനി ശേഷിക്കുന്നത് പോലും നഷ്ടപ്പെടാതെ സംരക്ഷിക്കണമെന്ന ഒരു ചിന്ത 30 ദിവസം കൂടുമ്പോൾ ശമ്പളം വാങ്ങുന്ന ഈ സാംസ്കാരിക സംരക്ഷണ പുതിയ പ്രഭുക്കന്മാർക്ക് താല്പര്യമില്ലാതെയാണ് ഇന്ന് നിലകൊള്ളുന്നത്. നല്ലതോ ചീത്തയോ, നമുക്ക് സ്വീകാര്യമോ അല്ലയോ എന്നതല്ല പ്രശ്നം. കേരളീയ പൈതൃകത്തിൻ്റെ, കേരളീയ പാരമ്പര്യത്തിൻ്റെ മുത്തുമണികളായ ഇത്തരം ആയിരക്കണക്കിന് കൃതികൾ നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കൃതികളെ കണ്ടെത്തി വീണ്ടും അതിൻ്റെ പകർപ്പുകൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ ഇത്തരം കൃതികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മനസാക്ഷിയോടുകൂടിയ, ഇച്ഛാശക്തിയോടുകൂടിയ ഒരു പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കേരള ചരിത്ര, കേരള സാംസ്കാരിക രചന എന്ന് പറയുന്നത് അപൂർണമായിരിക്കും, അസത്യമായിരിക്കും എന്നതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്, മേടത്തിലെ ചിത്രാ പൗർണമി ഉത്സവത്തിന്റെ പ്രാധാന്യം. മേടമെന്ന് പറയുന്നത് ജ്യോതിഷമനുസരിച്ച് സൂര്യന്റെ ഉച്ചരാശിയാണ്. മേട-10 ഉച്ചത്തിലും ഉച്ച ദിവസം, വാസ്തു പുരുഷൻ ഉണരുന്ന ദിവസം എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. ഗ്രഹനിർമ്മാണത്തിനും വാസ്തുപരമായ കാര്യത്തിനുമെല്ലാം പ്രധാനപ്പെട്ട ദിവസമായി അംഗീകരിച്ചത് ആ സൂര്യന്റെ ഉച്ച നില കൊണ്ടാണ്. ആ സൂര്യൻ ഉച്ച രാശിയിൽ മേടത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സമസപ്തമത്തിൽ ചന്ദ്രൻ വരികയും ആ ചന്ദ്രനും സൂര്യനും കൂടി ഏറെക്കുറെ സമസപ്തമത്തിൽ വരുമ്പോൾ 365 ദിവസത്തിൽ മറ്റൊരു ദിവസത്തിന് ലഭിക്കാത്ത ഒരു മഹാകാന്തിക പ്രസരണം ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ദിവസമാണ് മേടമാസത്തിലെ ചിത്രാ പൗർണമി അഥവാ ചിത്തിര മാസത്തിലെ പൗർണമി ദിവസം. അതുകൊണ്ടായിരിക്കും, ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഈ ചിത്തിരപുത്രൻ ചിത്രഗുപ്തൻ ജനിച്ചത് മേടമാസത്തിലെ ചിത്രാ പൗർണമിക്കാണെന്നും എല്ലാ വർഷവും ചിത്രഗുപ്തൻ ധർമ്മരാജാവിന് തൻ്റെ റെക്കോർഡുകൾ, കണക്കുകൾ ഏൽപ്പിക്കുന്നത് ഈ ചിത്ര പൗർണമി ദിവസമാണെന്നും ഉള്ള ഒരു വിശ്വാസം വന്നത്. നമ്മുടെ മറ്റു പല ആഘോഷങ്ങളും ഉണ്ടെങ്കിലും മകരസംക്രാന്തി,
അതുപോലെ തന്നെ ദീപാവലി, വിഷുവും മേടത്തിലാണ്. സൂര്യൻ ഉച്ചരാശിയിലേക്ക് സംക്രമിക്കുന്ന ആ നിമിഷത്തിനെ എടുത്തുകൊണ്ടാണ് വിഷുവിൻ്റെ ഇത് വരുന്നത്. അപ്പോ ഇത്തരം ഉത്സവങ്ങൾ ഉണ്ടെങ്കിലും ഭൂമിയെ സംബന്ധിച്ച് ഭൂമിയുടെ ആ കാന്തിക ബലം ഏറ്റവും ഉച്ചമായി നിലകൊള്ളുന്ന ദിവസങ്ങളിൽ ഒന്നാണ് മേടമാസത്തിലെ പൗർണമി ദിവസമെന്നും ആ മേടമാസത്തിലെ പൗർണമി ദിവസം, ചിത്രാ പൗർണമി ദിവസം ഈശ്വര സ്മരണ, ക്ഷേത്ര ദർശനം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കർമ്മശുദ്ധിക്കും, അഥവാ ചിത്രഗുപ്തനെയും മറ്റും ഭജിച്ചാൽ നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടുന്നതിനും, നാം പാപിയാണെങ്കിൽ പോലും നമുക്ക് പാപത്തിൽ നിന്നും മോചനം കിട്ടുന്നതിനും സാധ്യമാണെന്നും സന്താനമില്ലാത്ത സ്ത്രീകൾക്ക് സൽസന്താനം ലഭിക്കുന്നതിന് ഈ ചിത്രാപൗർണമി വ്രതമെടുത്താൽ മതി എന്നും, ശിവൻ തൻ്റെ മനസ്സിലൂടെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചെടുത്ത ദിവസമാണ് ചിത്രാപൗർണമി എന്നതും, ആ ദിവസം ആ കുഞ്ഞിനെ സ്മരിച്ച് പൂജ ചെയ്താൽ സൽസന്താനം ലഭിക്കുമെന്നുള്ളതും ഒരുപാട് ഭക്തരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം, തമിഴ്നാട്ടിലെ വിഴുപ്പുരത്തെ വക്രകാളി ക്ഷേത്രത്തിൽ അതിപ്രാചീന കാലം മുതൽ, അതുപോലെ അവിടുത്തെ പല ക്ഷേത്രത്തിലും ഈ ചിത്രാ പൗർണമിക്ക് രാത്രിയിൽ ഒരു മഹാജ്യോതി, നമ്മുടെ ശബരിമലയിലെ മകരജ്യോതിയെക്കാളും പ്രകാശത്തിൽ ഒരു മഹാജ്യോതി പ്രകാശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ചിത്രാ പൗർണമി ജ്യോതി എന്നാണ്. അന്ന് ആ ക്ഷേത്രത്തിന്റെ പരിസരത്തിൽ ഏറെക്കുറെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകളാണ് ഈ കർപ്പൂര ജ്യോതി കാണാൻ അവിടെ എത്തുന്നത്. ഈ കർപ്പൂര ജ്യോതിയുടെ ഒരു ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞ ഈ തിരുവനന്തപുരം, വെള്ളനാട്, വെളിയന്നൂർ, അക്കരവിളാകത്തും തലമുറയായിട്ട് അപ്രകാരം ഒരു കർപ്പൂര ജ്യോതിയുണ്ട്. അതിൻ്റെ പേരാണ് അമർ ജ്യോതി. 20-25 തലമുറകൾക്ക് മുമ്പേ ആരംഭിച്ച ആ ജ്യോതി ഇപ്പോഴും തുടരുന്നു. എല്ലാ ചിത്രാ പൗർണമി ദിവസവും രാത്രി അവിടെ അമർ ജ്യോതിയുണ്ട്. ആ അമർ ജ്യോതിയുടെ ലക്ഷ്യം തന്നെ ആ അമർ ജ്യോതിയിൽ ആരെങ്കിലും കർപ്പൂരം നിക്ഷേപിക്കുകയാണെങ്കിൽ ആ താനിടുന്ന കർപ്പൂരം കൊണ്ട് ആ ജ്യോതി വീണ്ടും കത്തുകയാണെങ്കിൽ, അഥവാ ആ ജ്യോതിയിൽ തൻ്റെയും കൂടി കർപ്പൂരം ഇടുകയാണെങ്കിൽ ആയുസ്സിന് ഉള്ളവരുടെ ആയുസ് ശക്തിപ്പെടുമെന്നും അവർക്ക് ദീർഘായുസ് കിട്ടുമെന്നും സന്താനം ലഭിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകുമെന്നും, വല്ലാ മക്കളിൽ ഇല്ലാ മക്കളതെല്ലാവർക്കും സമ്മതമല്ലോ, വല്ലാത്ത മക്കൾ ജനിച്ച അപ്പന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടി കഴിയുന്ന അച്ഛനമ്മമാർക്ക് തൻ്റെ മക്കൾ നന്നാകണമെന്ന് പറഞ്ഞ് ഒരു പിടി കർപ്പൂരം ആ അമർജ്യോതിയിലിട്ടാൽ ആ കർപ്പൂരം എരിഞ്ഞു തീരുന്നതോടൊപ്പം എവരുടെ സ്വഭാവശുദ്ധി ഇല്ലാത്ത മക്കൾ തുടർന്ന് സ്വഭാവശുദ്ധിയുള്ള നല്ല മക്കളായി തീരും എന്നുമാണ് അവിടുത്തെ ഈ അമർ ജ്യോതിയുടെ പിന്നിലുള്ള ഐതിഹ്യം. എന്തായാലും അനേകം പേർക്ക് അവിടെ ഈ അമർ ജ്യോതിയിൽ പങ്കെടുത്ത് അവരെന്താണോ സങ്കല്പിച്ചത് ആ സങ്കല്പം ചിത്രാ പൗർണമിയിലെ ഈ അമർ ജ്യോതിയിലൂടെ അവിടെ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത ചിത്രാ പൗർണമി എന്ന് പറയുന്നത് 2025 മെയ് മാസം 12-ാം തീയതി തിങ്കളാഴ്ച രാത്രിയാണ്. ആ ചിത്രാ പൗർണമി ഉത്സവത്തിന്റെ അന്നാണ് അവിടെ അമർ ജ്യോതി ഉള്ളത്. ഈ ചിത്രാ പൗർണമി ഉത്സവം
പറ്റുമെങ്കിൽ പഴയതുപോലെ കേരളത്തിലാകെ സജീവമാക്കാനും, അഥവാ അപ്രകാരം ഉത്സവം അത്രയും സജീവമായില്ലെങ്കിലും ചിത്തിരപുത്രന്റെ ചിത്രഗുപ്തന്റെ കഥ കേരളീയരായ എല്ലാവരുടെ മനസ്സിലും എത്തിച്ചേരാനും, ചിത്രഗുപ്തൻ ഒരു കാലത്ത് കേരളത്തിലെ ആരാധനാ ദേവനായിരുന്നെന്നും ആ ദേവനെ എല്ലാവരുടെ മനസ്സിലും വീണ്ടും കുടിയിരുത്താനുള്ള ഒരു ആഗ്രഹവും കൂടി കൊണ്ടാണ് കേരളീയ ജനതയുടെ മുമ്പിൽ ഞാൻ ചിത്രാപൗർണമിയും ചിത്രഗുപ്ത ചരിതവും എന്ന ഈ പുസ്തകം രചിച്ചത്. നന്ദി, നമസ്കാരം.